ഗോവയിൽ റെസ്റ്റോറന്റിൽ വൻ തീപിടുത്തം 23 പേർ മരിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, എന്താണ് സംഭവിച്ചത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഗോവയിൽ ഉണ്ടായിരിക്കുന്നത്. നോർത്ത് ഗോവയിലെ അർപ്പോറ, ഇത് പ്രധാനമായും ഗോവയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒരു പാർട്ടി കേന്ദ്രമാണ്. അവിടെയാണ് ഈ അപകടമുണ്ടായത്. അവിടെ റോമിയോ ലൈനിലെ ബിർപ്പ് നൈറ്റ് ക്ലബിലാണ് ഈ അപകടം. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അതിവേഗം തന്നെ തീ ആളിപ്പടരുകയായിരുന്നു. ഈ അപകടത്തിൽ 23 പേർ മരിച്ചിരിക്കുന്നു. 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. രാത്രി തന്നെ ഈ അപകടത്തിന് പ്രധാനമായും അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും അതിവേഗം തന്നെ തീ മറ്റിടങ്ങളിലേക്ക് പടരുകയുമായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ കത്തി നശിച്ച സാഹചര്യമാണ്. നിരവധി പേർ ഈ അപകട സമയത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം മാത്രമാണ് ഈ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സ്ഥലം സന്ദർശിക്കുകയും ഈ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ റെസ്റ്റോറൻറ്റ് ഈ ഫയർ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി ഇതിൻ്റെ ഉത്തരവാദികൾക്കെതിരെ ഉണ്ടാകുമെന്ന ഉറപ്പും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഈ അപകടത്തിൽ മരിച്ചവരിൽ ബഹുഭൂരിപക്ഷവും ഈ ഹോട്ടലിലെ തന്നെ ജീവനക്കാരാണ്. അടുക്കളയിൽ ഉണ്ടായിരുന്ന 3 സ്ത്രീകളടക്കം ഉള്ളവരാണ് മരിച്ചവരിൽ ഉൾപ്പെടുന്നത്. ഒപ്പം തന്നെ 4 വിനോദസഞ്ചാരികളും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അവർ ഈ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയവരായിരുന്നു. അടുക്കളയോട് ചേർന്ന ഭാഗത്തുള്ള ടേബിളിലായിരുന്നു അവർ ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തിൻ്റെ ആഘാതം ഏറെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 50ഓളം പേര് ഈ അപകടത്തെ തുടർന്ന് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ എന്തായാലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ അപകടം തന്നെയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. സാധാരണ നിലയിൽ അർദ്ധരാത്രിക്ക് ശേഷവും ആളുകൾ സ്ഥിരമായി ഉണ്ടാകാറുള്ള, വലിയ തോതിൽ തന്നെ ജനങ്ങളുടെ, ടൂറിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടാകാറുള്ള ഇടത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അധികൃതർ, ഈ റെസ്റ്റോറൻറ്റ് ഉടമകൾ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും അതാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് എന്നുമാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.